തലസ്ഥാനത്ത് ഗതികെട്ട് നിൽക്കുന്ന പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, അത് കോൺഗ്രസ് ആണ്. ഏറ്റവും ഒടുവിൽ നടന്ന ശ്രീവരാഹം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയത് ആകെ 277 വോട്ടാണ്. ഒരു കാലത്ത് തലസ്ഥാനത്ത് പോരാട്ടം നടന്നിരുന്നത് LDFും UDFും തമ്മിലായിരുന്നു. ഇപ്പോൾ തലസ്ഥാനത്തെ പോരാട്ടം നടക്കുന്നത് LDFും BJPയും തമ്മിലാണ്. BJP നേതൃത്വം നൽകുന്ന NDA എന്ന് ഭംഗ്യാന്തരേണ നമുക്ക് പറയാം. UDF തലസ്ഥാനത്ത് തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. UDFിലെ DCC അധ്യക്ഷന്മാരുടെ കഴിവുകേട് ഒരു പോരായ്മ, UDFിലെ തൊഴുത്തിൽ കുത്ത് ഒരു പോരായ്മ. UDFിലെ അല്ല, കോൺഗ്രസ്സിലെയാണ് കേട്ടോ. DCC അധ്യക്ഷന്മാരുടെ കാര്യവും കോൺഗ്രസ്സിലെയാണ്. ഇവന്മാരെന്നും പണിയെടുക്കുന്നില്ല. കാറിൽ വരും, നല്ല തേച്ച കതറുമായി ഇരിക്കും. പാവപ്പെട്ട കോൺഗ്രസ് അനുഭാവികൾക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ഇവന്മാർ നേടിക്കൊടുക്കത്തുമില്ല. അങ്ങനെ വന്നപ്പോൾ തലസ്ഥാനത്ത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് എന്നത് സിംഹവാലൻ കുരങ്ങുകളെ പോലെയായി മാറി. വംശനാശം സംഭവിച്ച സിംഹവാലൻ കുരങ്ങുകളെ പോലെയായി മാറി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. കഴിഞ്ഞ തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിദയനീയമായ കാഴ്ച. അവിടെ BJP ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇത്തവണ കോൺഗ്രസിന് ബോധോദയം വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം ഗ്ലാമർ സ്ഥാനാർത്ഥികളെ ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഏതൊക്കെ ഗ്ലാമർ സ്ഥാനാർത്ഥികളെ ഇറക്കും എന്നത് വരുന്ന ദിവസങ്ങളിൽ പൊളിറ്റിക്സ് കേരള പുറത്തുവിടും. തിരുവനന്തപുരത്ത് ഏതൊക്കെ ഗ്ലാമർ സ്ഥാനാർത്ഥികളെ ഇറക്കും എന്നതിൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി മറ്റാരുമല്ല, G. കാർത്തികേയൻ്റെ മകൻ ശബരിനാഥനാണ്. ശബരിനാഥനാണ് UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥി. ശബരിനാഥനെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധത്തിനിറങ്ങാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു. ശബരിനാഥന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. മാത്രമല്ല, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അല്ല, സ്മാർട്ടായ പയ്യൻ. കഴിഞ്ഞ തവണ അദ്ദേഹം അരുവിക്കരയിൽ തോറ്റു സ്റ്റീഫനോട്. ഇനി സ്റ്റീഫനുമായൊരു ഏറ്റുമുട്ടലിന് ഒരുങ്ങാൻ ശബരിനാഥന് താല്പര്യമില്ല. കാരണം സ്റ്റീഫൻ ആ മണ്ഡലം, അരുവിക്കര മണ്ഡലം പിടിച്ചെടുത്ത് കഴിഞ്ഞു. സ്റ്റീഫൻ അത് തൻ്റെ ചെങ്കൊടി കീഴിൽ ആക്കി കഴിഞ്ഞു. ഇനി അവിടെ പോയി കളിക്കുക ബുദ്ധിമുട്ടാണ്. പക്ഷേ KPCC നേതൃത്വം തിരിച്ചറിയുന്നു, തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിന് ഒരു ഉണർവ് വേണമെങ്കിൽ, ഒരു ഊർജം വേണമെങ്കിൽ ശബരിനാഥൻ വേണമെന്ന്. ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി അവരോധിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ യുദ്ധത്തിനിറങ്ങാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് കോൺഗ്രസ് എടുത്തതെന്ന് പൊളിറ്റിക്സ് കേരള പറയും. കാരണം ശബരിക്ക് രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധമുണ്ട്. ശബരിനാഥൻ ശക്തനായ ഒരു രാഷ്ട്രീയക്കാരനുമാണ്. കോൺഗ്രസിൻ്റെ യുവതുർക്കിയാണ്. ആ യുവതുർക്കിക്ക് സീറ്റ് കൊടുക്കുന്നതിന് പകരം പാലോട് രവിയൊക്കെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അവരോധിക്കാനുള്ള ശ്രമമൊക്കെ മണ്ടന്മാരായ KPCC നേതൃത്വം നടത്തി. പക്ഷേ KPCC നേതൃത്വത്തിൽ ബുദ്ധിയുള്ളവർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി മാറ്റിയിരിക്കുന്നത്. ശബരിനാഥൻ വളരെ ശക്തനായ ഒരു യുവ നേതാവാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത്. തലസ്ഥാനത്ത് നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത് കോൺഗ്രസിൻ്റെ ഒരാവശ്യം ആണ്. നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കുക എന്നുള്ളത്. ആ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കണമെങ്കിൽ ഗ്ലാമർ സ്ഥാനാർത്ഥി തന്നെ വേണം. ഏറാമൂളികളും എന്താ പറയുക, ഞാൻ പറയുന്നവരും ഒന്നുമാകരുത് സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി ശക്തനായിരിക്കണം. എന്ന
ധാരണയിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നേരിടാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നല്ല തീരുമാനം. ഇങ്ങനെയുള്ള തീരുമാനങ്ങളാണ് കോൺഗ്രസിൽ നിന്ന് വരേണ്ടത്. കടൽ കിഴവന്മാരെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് എല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ നിൽക്കുമ്പോൾ യുവ നേതാക്കൾക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. പക്ഷേ അച്ചടക്കലംഘനമൊന്നും പറഞ്ഞ് അവരൊന്നും പറയില്ല. പക്ഷേ ഇത്തവണ ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി അവരോധിക്കുക വഴി ശക്തമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു കോൺഗ്രസ്. ആ തീരുമാനം വളരെ ശ്രദ്ധേയവുമാണ്. ശബരിനാഥന് പുറമെ മറ്റ് നേതാക്കളെയും മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നുണ്ട് കോൺഗ്രസ്. അതൊക്കെ ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പുറത്തുവിടും. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്, പ്രത്യേകിച്ചും DCC ഒറ്റ തീരുമാനം മാത്രമേ എടുത്തിട്ടുള്ളൂ. ശബരിനാഥനാണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ളത്. KPCCയും അതേ തീരുമാനം തന്നെയാണ് എടുത്തിട്ടുള്ളത്. DCCയും KPCCയും ഒക്കെ ഒരേ തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിന് ഒരു പുനർജീവനം ഉണ്ടാകുമോ? ഒരു പുനർവിചിന്തനം ഉണ്ടാകുമോ? ഒരു പുനർജന്മം ഉണ്ടാകുമോ? അതൊക്കെയാണ് പാവപ്പെട്ട കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. ശബരിനാഥനെ മുൻനിർത്തിക്കൊണ്ട് യുദ്ധത്തിനിറങ്ങിയാൽ കോൺഗ്രസ്സിന് വലിയൊരു വിജയം ഉണ്ടാകില്ലെങ്കിലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. കോൺഗ്രസ് എന്നത് ഖദറിന് കഞ്ഞി മുക്കാൻ പോലും പാങ്ങില്ലാത്ത ഒരു പ്രസ്ഥാനമായി കേരളത്തിൽ മാറിയിരിക്കുന്നു. എങ്കിലും കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരുപാട് ജനങ്ങൾ കേരളത്തിലുണ്ട്. ഒരുപാട് പേർ. അവരൊക്കെ കോൺഗ്രസിൻ്റെ ആശയങ്ങളിൽ അഭിരമിക്കുന്നവരാണ്. അവരെയൊക്കെ തകർത്തുകൊണ്ടാണ് ഈ നേതാക്കന്മാർ ഗ്രൂപ്പ് കളിയാട്ടം നടത്തുന്നത്. തിരുവനന്തപുരം DCC ശബരിനാഥനെ മേയറാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ KPCCയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കും എന്നതും ഉറപ്പാണ്. KPCCയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കും അതിൽ. എന്തായാലും ശബരിനാഥൻ തിരുവനന്തപുരത്തെ UDFൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി മാറിയിരിക്കുന്നു. അത് വലിയൊരു ഇമ്പാക്റ്റ് UDFന് ഉണ്ടാക്കും. പുതിയ തലമുറയാണ് ഒരു പാർട്ടിയെ നിലനിർത്തുന്നത്. പുതുരക്തമാണ് ഒരു പാർട്ടിയുടെ പ്രത്യേകത. പുതിയ തലമുറയും പുതുരക്തവും ഒക്കെയാണ് ഒരു പാർട്ടിയെ പാർട്ടിയാക്കി മാറ്റുന്നത്. അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. ഇനി ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെട്ടാൽ ബാക്കി സ്ഥലങ്ങളിൽ ആരൊക്കെ നിൽക്കും? അവിടെയും പ്രശ്നങ്ങളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം എന്നത് ബാലികേറ മലയായി മാറിയിരിക്കുന്നു. BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ കോൺഗ്രസിന് അവരുടേതായ രീതിയിൽ ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടി വരും. അതിനുള്ള സംഘടനാ സ്വാധീനം ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് കിട്ടുന്ന അറിവും അതിൻ്റെ യാഥാർത്ഥ്യവും. എന്തായാലും ശബരിനാഥൻ മേയർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കും. ശബരിനാഥന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. പക്ഷേ ശബരിനാഥൻ ജയിച്ചത് കൊണ്ടായില്ല, മറ്റുള്ള വാർഡുകളിൽ കൂടി ജയിക്കണം. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത, അതൊക്കെയാണ് അതിൻ്റെ രീതി. ഇല്ലെങ്കിൽ പിന്നെ എന്തിന് ശബരിനാഥൻ ജയിച്ച് കോർപ്പറേഷനിൽ പോയിരുന്നിട്ട് ശബരിനാഥൻ എന്ത് ചെയ്യട്ടെ? കഴിഞ്ഞ തവണ കോൺഗ്രസ് അല്ലെങ്കിൽ UDF നേടിയ സീറ്റുകളൊക്കെ ജനങ്ങൾക്കറിയാം. ഗതികേടായിപ്പോയി കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സ്ഥിതി. UDFന് പുനർജന്മം നൽകാൻ ശബരിനാഥന് ആകുമോ എന്നുള്ള ചോദ്യമാണ് ബാക്കി. ശബരിനാഥൻ മാത്രം മത്സരിച്ചത് കൊണ്ട് കാര്യമില്ല. ജനപ്രിയ നേതാക്കളെയൊക്കെ നിർത്തി മത്സരിപ്പിക്കണം.
അല്ലെങ്കിൽ എല്ലാം കൂടെ UDFിൻ്റെ സീറ്റുകളെല്ലാം കൂടെ കൂട്ടത്തോടെ BJP കൊണ്ടുപോകും. BJP അത്രയേറെ ശ്രദ്ധിക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മിഷനും കൂടിയാണ് തിരുവനന്തപുരത്ത് വിജയിക്കുക എന്നുള്ളത്. എന്തായാലും ശബരിനാഥൻ UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി എന്ന വാർത്ത എക്സ്ക്ലൂസീവായി പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നു. പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്ന എക്സ്ക്ലൂസീവ് ന്യൂസുകൾ പാഴാകാറില്ല, അത് പ്രേക്ഷകർക്കറിയാം. ശക്തമായി തന്നെ ഞങ്ങൾ ആ ന്യൂസ്, ആത്മവിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ ഈ ന്യൂസ് പുറത്തുവിടുന്നു.